ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീരിയസ് കിച്ചൻ. ഇന്നൊരു കൈപ്പുളി എന്ന് പറയുന്ന ഒരു നാരങ്ങ കൊണ്ട് ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കുക. ഇതൊരു വലിയ നാരങ്ങയാണ്. നാരങ്ങ എന്ന് പറയാൻ പറ്റില്ല, അത് കൈപ്പുളിയാണ്. ഇത് കൂർഗിൽ മാത്രം കണ്ടിട്ടുള്ളൂ. ഞാൻ കൂർഗിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുഴുവൻ എടുക്കാൻ വിട്ടുപോയി. നല്ലോണം വെള്ളം ഉണ്ടാവും. അതിനെ കൊണ്ട് നമ്മൾ ജ്യൂസാക്കിയാൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാൻ കൂർഗിൽ പോകുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിൽ കിട്ടിയാൽ ഞാൻ അതിൻ്റെ മുഴുവൻ ഫോട്ടോ ഇടാം. ഇതിങ്ങനെ പിഴിഞ്ഞെടുത്ത് ഞാൻ കണ്ടോ, ഇതിൻ്റെ വെള്ളമാണ് പകുതി നാരങ്ങൻ്റെ അടുത്ത് ഞാൻ ഇത്രയും വെള്ളം കിട്ടിയത് അല്ലേ. ഇനി കുറച്ചും പകുതിയും കൂടി പിഴിയാം. ഇത് രാവിലെ എണ്ണിച്ചിട്ട് വെറും വയറ്റിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം ചേർത്തിട്ട് കുടിക്കും. തലകറക്കത്തിനെല്ലാം നല്ലതാണ് പറയലുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ചെറുനാരങ്ങൻ്റെ അത്ര അധികം പുളിയില്ല, എന്നാലും പുളിയുണ്ട്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ചെറുനാരങ്ങയ്ക്കും ഇതിനും പുളി. തിന്നാൻ തോന്നുന്ന പുളി. അതിൻ്റെ സത്തെടുത്താലും കണ്ടില്ലേ, ഇത്ര ഒരു വലിയ ഗ്ലാസ് നിറയെ വെള്ളം കിട്ടി. അപ്പം കണ്ടില്ലേ, വെച്ചെടുക്കണ്ടേ. അത് കിട്ടിയിട്ടുണ്ടോ ജ്യൂസ്. അതിൻ്റെ കുരുവെല്ലാം മാറ്റിയെടുക്കുക, ഇല്ലെങ്കിൽ കുരു അങ്ങനെ ഇരുന്നോട്ട്. വെള്ളം ചേർക്കാം. ഒരു ഗ്ലാസ് ഒഴിച്ചു, 2 ഗ്ലാസ് ഒഴിച്ചു. വെള്ളം ഗ്ലാസ്സിലുണ്ട്, ഒഴിച്ചേക്കാം. ഒഴിച്ചു കണ്ടില്ലേ, നിറയുണ്ട്. ഇനി നമ്മൾ ഗ്ലാസ്സിലേക്ക് ഐസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് തേൻ ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര ഇടാം, ഇല്ലെങ്കിൽ അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഉപ്പിടാം കേട്ടോ. ഉപ്പിട്ട് കുടിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. ഉപ്പ് 2 പച്ചമുളക് കീറിയിട്ടിട്ട് പിന്നെ മറ്റേ നമ്മളെ സീഡും കൂടി ഇട്ടിട്ട് നമ്മൾ ആ ജ്യൂസ് കുടിക്കുക. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂട് സമയത്ത് പുറത്ത് പോയിട്ട് ദാഹിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരു വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊരു സന്തോഷമല്ലേ ഫ്രണ്ട്സ്. താങ്ക് യു.